കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ആ മനുഷ്യവേട്ട തുടരുകയാണ്. കെട്ടിപ്പൊക്കിയ ആരോപണങ്ങൾ ഒന്നൊന്നായി തകർന്നടിഞ്ഞ് ഉച്ചിയിൽ പതിച്ചിട്ടും വലതുപക്ഷവും അവരുടെ നുണപ്രചാരക സംഘങ്ങളും ഒത്താശ കമ്മിറ്റിയും അപവാദ പ്രചാരണങ്ങൾ നിർലജ്ജം തുടരുകയാണ്. മാസപ്പടി എന്നതിപ്പോൾ വിട്ടു. പുതിയ തിരക്കഥ ഹവാലയാണ്. നിങ്ങൾ അറിയുക നാട്ടാരെ, ഹവാല പണം കുഴൽപ്പണമാണ്. അത് ബാങ്ക് വഴി അയച്ചു അത്രേ. ബാങ്ക് വഴി അയച്ചാൽ എങ്ങനെ കുഴൽപ്പണമാകും? ഒരാൾക്ക് നിക്ഷേപമുള്ള കമ്പനിയിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി അയച്ചാൽ എങ്ങനെ അനധികൃത ഇടപാടാകും? എന്തൊക്കെ മോടത്തരമാണ് ഇഡിയും കൂടെയുള്ള മാധ്യമങ്ങളും പടച്ചുവിടുന്നത്. ഇനി ഒരു കമ്പനിക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെങ്കിൽ അതെടുപ്പിക്കുകയാണോ ഇഡിയുടെ പണി? കാര്യങ്ങൾ എല്ലാവർക്കും തിരിയുന്നു. 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പിണറായി എന്ന സംശുദ്ധമായ പൊതുജീവിതത്തെ കളങ്കപ്പെടുത്താൻ വലതുപക്ഷവും വാലാട്ടി മാധ്യമങ്ങളും ചിലവഴിച്ച ഊർജം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യ ജീവിതം ഈ നാട്ടിൽ സാധ്യമാകുമായിരുന്നു. വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം ഈ നാടിന്റെ വികസനം സാധ്യമാക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി അക്ഷീണം പ്രവർത്തിച്ച ഒരു മനുഷ്യനെ തൊടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെ കുടുക്കി പ്രതികാരം തീർക്കാൻ കുപ്രസിദ്ധമായ ഒരു അന്വേഷണ ഏജൻസിയെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് വർഗീയ ശക്തികളും രാക്ഷസ വലതുപക്ഷവും. 1,00,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ഒരു സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിയമാനുസൃതമായി നികുതി അടച്ചു നൽകിയ കൺസൾട്ടൻസി ഫീസിനെ കോഴപ്പണമായി വ്യാഖ്യാനിക്കത്തക്ക വിധം ഗതികെട്ട അന്വേഷണ സംവിധാനങ്ങളെയും അത് ഏറ്റുപിടിക്കുന്ന നുണരമ മാധ്യമങ്ങളെയും കോമാളിക്കൂട്ടങ്ങളായി ഉറപ്പായും ചരിത്രം വിലയിരുത്തും. ഭരണകൂടത്തിന്റെ ദുഷ്ട താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ മെനയുന്ന ഇഡി ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നതെന്ന് ഓർക്കുന്നത് അവർക്കും ഈ നാടിനും നല്ലതാണ്. അതായത് നിങ്ങൾ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്. ഭരിക്കുന്ന പാർട്ടികളുടെ ഗുണ്ടാപ്പണി ഏറ്റെടുക്കേണ്ടവരല്ല ഇഡി എന്ന് അതിലെ ഉദ്യോഗസ്ഥർ തന്നെ ആദ്യം മനസ്സിലാക്കണം. സ്ഥിരം ഒത്താശ കമ്മിറ്റി അണിനിരത്തി കുപ്രസിദ്ധമായ അന്വേഷണ ഏജൻസിക്ക് വിടുപണി ചെയ്യുന്ന ഞങ്ങളുടെ സഹജീവികളെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കാൻ ആൾക്കൂട്ടം ഇരമ്പിയെത്തുന്ന കാലവും വിദൂരമല്ല. ആ കൈകൾ ശുദ്ധമാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ കേരളം അത് വിശ്വസിക്കും. അപവാദങ്ങളുടെയും പെരുനുണങ്ങളുടെയും കുത്തൊഴുക്കിനെ കരളുറപ്പോടെ മുറിച്ചു കടന്ന മറിഞ്ഞ് അപ്പുറത്തേക്ക് കടന്ന മനുഷ്യനെ, പിണറായി വിജയനെ ഈ നാടിന് വിശ്വാസമാണ്. ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചരിത്രം അപവാദ പ്രചാരകർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നുണക്കോട്ടകളെ നാട് തന്നെ പൊളിച്ചെടുക്കും.